ഈ ആത്മാവിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈലുണ്ട്. ആ ലൈഫ് സ്റ്റൈലിന് വേണ്ടുന്ന ചില ചിന്താശകലങ്ങൾ ഞാൻ ചെറുതായിട്ട് ഒരു ചെറിയ നിങ്ങളുടെ അറിവിലേക്ക് വേണ്ടിയിട്ട് ഒന്ന് പങ്കുവെക്കാം. ആദ്യം നമുക്ക് പരിചയമുള്ള കാര്യത്തെക്കുറിച്ച് പറയാം. നമ്മുടെ മൈൻഡും നമ്മുടെ ബോഡിയും തമ്മിൽ എപ്പോഴും ഒരു സിങ്ക്രണൈസേഷനുണ്ട്. നമുക്ക് ജീവിക്കണമെങ്കിൽ എപ്പോഴും നമ്മുടെ മൈൻഡും ബോഡിയും എപ്പോഴും ഒരു സിങ്ക്രണൈസേഷനിലകത്തായിരിക്കണം. ഒരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ കയ്യിലൊന്ന് നുള്ളി നോക്കിയേ, ഒന്ന് പിച്ചി നോക്കിയേ, വേദനിക്കുന്നുണ്ടോ? വേദനിക്കുന്നൊന്ന് ആരാ പറഞ്ഞേ? കൈ പറഞ്ഞു. പിന്നെ എങ്ങനെ? നുള്ളിയത് ഇവിടെയല്ലേ? ഞാൻ തന്നെ എൻ്റെ കൈ കൊണ്ട് മറ്റൊരു കയ്യിൽ നുള്ളിയതല്ലേ? അപ്പോൾ എനിക്ക് വേദനിക്കുന്നു എന്നുള്ള ആ സിഗ്നൽ എവിടെ നിന്ന് വന്നു? നുള്ളിയത് ഇവിടെയല്ലേ? അതങ്ങനെ ബ്രെയിനിൽ പോയി, നെർവ് വഴി പോയി. അപ്പോൾ ഇവിടെ ഉണ്ടായ ഒരു കാര്യത്തെ എൻ്റെ നെർവ് എവിടെ എത്തിച്ചു? എന്തോ ഒരു സിസ്റ്റം ഉപയോഗിച്ച് ബ്രെയിനിൽ എത്തിച്ചു. റൈറ്റ്? ആ ബ്രെയിനിൽ എത്തിച്ചിട്ട് ബ്രെയിൻ പറഞ്ഞു കൈ എടുക്ക്, വേദനിക്കുന്നുണ്ട് എന്ന് ഈ കൈയോട് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്തു? കൈ മാറ്റി. അപ്പോൾ ശരീരത്തിനകത്ത് ഇത്തരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുണ്ടോ? ഏത് ഭാഷയിലാണ്? ഇംഗ്ലീഷിലോ? അങ്ങനെ സ്പിരിറ്റിൻ്റെ ഭാഷയിലോ? നിങ്ങൾക്ക് വിശക്കുമ്പോൾ നിങ്ങൾക്ക് വിശക്കുന്നു എന്ന് ഏത് ഭാഷയിലാണ് ഈ വയറ് പറയുന്നത്? മലയാളത്തിലാണോ? മലയാളികളോട് മലയാളത്തിലും തമിഴരോട് തമിഴിലൊക്കെയാണോ വയറ് പറയുന്നത്? ആ വിശക്കുന്നുണ്ടെന്ന്, അണ്ണാ പശിക്കതേ എന്ന് പറയുമോ? അതൊരു സെൻസേഷൻ. ആ സെൻസേഷനകത്തുണ്ടാകുന്ന കമ്മ്യൂണിക്കേഷൻ ത്രൂ സിഗ്നൽസ് അല്ലേ? നമ്മുടെ നെർവ് സിസ്റ്റം വഴി ഉണ്ടാകുന്ന സിഗ്നൽസിൻ്റെ സ്റ്റിമുലേഷൻ വഴിയാണ് ബ്രെയിൻ അത് റെക്കഗ്നൈസ് ചെയ്യുന്നത്. ബ്രെയിൻ അത് നമ്മുടെ മൈൻഡിനോട് പറയും, മൈൻഡ് അത് എൻ്റെ ആവശ്യമുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ പാസ് ചെയ്യും. ആണോ? അപ്പോൾ വിശക്കുന്നു എന്ന് പറയുന്ന ഒരു സിഗ്നൽ വയറ് തന്നു എന്നിരിക്കട്ടെ. അപ്പോൾ വിശക്കുന്നു എന്നുള്ളത് ബ്രെയിൻ ഡിറ്റക്റ്റ് ചെയ്തു, അതെൻ്റെ മൈൻഡിലേക്ക് കൊണ്ടുവരുമ്പോൾ എൻ്റെ മൈൻഡാണ് അടുത്ത ഡിസിഷൻ എടുക്കുന്നത്. മൈൻഡ് ഡിസിഷൻ എടുക്കും, ഇപ്പോൾ നമുക്കൊരു ബിരിയാണി കഴിക്കാം. എന്ത് ബിരിയാണി കഴിക്കണം? മട്ടൻ കഴിക്കണോ, ചിക്കൻ കഴിക്കണോ, ബീഫ് കഴിക്കണോ, വെജ് വേണോ, എഗ്ഗ് വേണോ എന്ന് ആര് തീരുമാനിക്കും? മൈൻഡാണ് തീരുമാനിക്കുന്നത്. റൈറ്റ്? ചപ്പാത്തി വേണോ, ദോശ വേണോ എന്നൊക്കെ മൈൻഡാണ് തീരുമാനിക്കുന്നത്. അപ്പോൾ വിശപ്പെന്ന് പറയുന്ന ഫീലിനകത്ത് ഒരു ബിരിയാണിയുടെ വിശപ്പാണോ കൊടുത്തത്? വയറ് കൊടുത്തത് ബിരിയാണി കഴിക്കാനുള്ള വിശപ്പാണോ? അല്ല. ആ ഡിസിഷൻ എടുത്തത് ആരാ? എൻ്റെ മൈൻഡാണ്, എൻ്റെ ബ്രെയിനാണ്. ആ ഡിസിഷൻ എക്സിക്യൂഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് മൈൻഡ് ആരോട് പറയും? കാലിനോട് പറയും, കാല് കൈയോട് പറയും, അത് പോയി മേടിക്കുന്നു, അല്ലെങ്കിൽ അത് കിച്ചണിൽ പോയി എടുക്കുന്നു, നമ്മൾ ഫ്രണ്ടിൽ കൊണ്ട് വെക്കുന്നു. കഴിക്കുന്നത് വയറാണോ? കൈ കൊണ്ട് അത് എടുക്കണം, വായ്ക്കകത്ത് വെക്കണം, വായ ചവയ്ക്കണം, അത് വിഴുങ്ങണം. ഈ സങ്കീർണമായ പ്രോസസ്സ് എല്ലാം കഴിയുമ്പോഴാണ് വയറ് പറയുന്നത് ഓക്കെ, ഡൺ, സാറ്റിസ്ഫൈഡ്. ഈ കമ്മ്യൂണിക്കേഷനൊക്കെ പോയത് എങ്ങനെയാണ്? അപ്പോൾ നമ്മുടെ ഡേ ടു ഡേ ലൈഫിനകത്ത് എപ്പോഴും നമ്മുടെ മൈൻഡും ബോഡിയും തമ്മിൽ എന്തുണ്ട്? 24 മണിക്കൂറും ഈ ഒരു കമ്മ്യൂണിക്കേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ത്രൂ ഔട്ട് 24/7 365 ദിവസം ഇതുണ്ട്, ഇല്ലേ? ഉണ്ട്. സെയിം വേ നമ്മുടെ സ്പിരിറ്റിനകത്തു നിന്നും നമ്മുടെ മൈൻഡിലേക്കും സ്പിരിറ്റിനകത്തു നിന്നും നമ്മുടെ ബോഡിയിലേക്കും ഈ കമ്മ്യൂണിക്കേഷൻ എപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി നമ്മളത് കേൾക്കാനായിട്ട് ട്യൂണ്ടല്ല, നമ്മളത് റിയലൈസ് ചെയ്യാനായിട്ട് നമ്മൾ ട്യൂണ്ടല്ല. എന്തുകൊണ്ടാണ്? നമ്മളത് ആരും പഠിപ്പിച്ചില്ല, അല്ലെങ്കിൽ മറ്റെന്തോ വെച്ച് നമ്മൾ അതിനെ ഓവർ റൈഡ് ചെയ്ത് ഇതിനെ റിയലൈസ് ചെയ്യാൻ പറ്റാതെ അതങ്ങ് മൂടപ്പെട്ട് കിടക്കുക. അപ്പോൾ ആത്മീയത എന്ന് പറയുന്നത് സോ സിമ്പിൾ. ഈ സ്പിരിറ്റിനകത്തുള്ള സിഗ്നൽസിനെ റെക്കഗ്നൈസ് ചെയ്യാനും റിയലൈസ് ചെയ്യാനും അതനുസരിച്ച് കാര്യങ്ങൾ ചെയ്യാനായിട്ട് എന്നെ പ്രവർത്തനക്ഷമതമാക്കുന്നതാണ് റിയലിസ്റ്റിക് ആയിട്ടുള്ള സ്പിരിച്വാലിറ്റി. ഇറ്റ്സ് നോട്ട് അബൌട്ട് ഗോഡ്, ഇറ്റ്സ് നോട്ട് അബൌട്ട് റിലീജിയൻ, ഇറ്റ്സ് നോട്ട് അബൌട്ട് ബിലീഫ് സിസ്റ്റം ഓർ ഇസ് സംതിങ് എൽസ്. ഇറ്റ്സ് ഓൾ വിത്തിൻ. ഇറ്റ്സ് ഓൾ വിത്തിൻ. സോ ഇത് അറിയാൻ വേണ്ടിയിട്ടുള്ള മാർഗങ്ങൾ, പഠനങ്ങൾ, അതിന് വേണ്ടിയിട്ടുള്ള പ്രാക്ടീസസ് ഒക്കെയാണ് ശരിക്കുമുള്ള കോർ സ്പിരിച്വാലിറ്റിക്ക് അകത്ത് വരുന്നത്. ഫൈൻ. സോ ഇറ്റ്സ് മൈ ഫൈൻഡിങ്, ഇറ്റ്സ് മൈ എക്സ്പീരിയൻസ് ആൻഡ് ദിസ് ഈസ് വാട്ട് ഐ ടീച്ച്. ഓക്കെ. സോ എങ്ങനെ, അതൊരു വലിയ ക്വസ്റ്റ്യൻ അല്ലേ? എങ്ങനെ എൻ്റെ സ്പിരിറ്റിനകത്തിരിക്കുന്ന കാര്യങ്ങളെ റിയലൈസ് ചെയ്യാൻ പറ്റും, എങ്ങനെ അതനുസരിച്ച് എനിക്ക് പ്രവർത്തിക്കാൻ പറ്റും? സോ ഇറ്റ്സ് അഗൈൻ എ ട്രെയിനിങ്. സോ ഭാരതത്തിൽ പണ്ട് ഇതിനു വേണ്ടിയിട്ട് ഗുരുകുല വിദ്യാഭ്യാസം ഉണ്ടായിരുന്നു, ആശ്രമങ്ങളുണ്ടായിരുന്നു, ഗുരുക്കന്മാരുണ്ടായിരുന്നു.
സോ അതിലേക്ക് വരുമ്പോൾ മാത്രമേ ഈ കാര്യങ്ങൾ ഒരാളിലേക്ക് പകരാൻ പറ്റത്തുള്ളൂ. സോ അതിനെ ഞാൻ ജസ്റ്റ് അവിടെ കുത്തും കോമയിട്ട് അവിടെ നിൽക്കട്ടെ, നമുക്കതിനെക്കുറിച്ച് പിന്നെ ചിന്തിക്കാം.